കൃഷിഭവനിൽ നിന്ന് കിട്ടിയ പച്ചക്കറികളാണ്. വലുതായിട്ട് കെയർ ഒന്നും ചെയ്തില്ല, സമയമൊന്നും കിട്ടിയില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ കിട്ടി. നമ്മൾ ഈ തക്കാളി വേറൊന്നും കൂടെ പഴുത്തിട്ടുണ്ടായിരുന്നു, അത് പറിച്ച് ഇനി ഇതുകൂടെ പറിച്ചെടുക്കാം. നല്ല ഫ്രഷ് തക്കാളി അരിവഴി. ഇതിനകത്തൊക്കെ നല്ല കായുണ്ട്. അതുകൊണ്ട് ഇവിടെല്ലാം കായകളൊക്കെ നിൽക്കുക. അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഇവിടെയൊക്കെ കായ്ക്കളൊക്കെ നിൽപ്പുണ്ട്. പിന്നെ അതിനകത്ത് കിളിച്ചിട്ടുണ്ട്, പോയായിരുന്നു. പക്ഷേ ഇതിനകത്ത് കിളിക്കുന്നുണ്ട്, കായകളൊക്കെ കിളിക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് പച്ചമുളക് ഇതിനകത്ത് കൃഷി ചെയ്ത് തോന്നിയ പച്ചമുളക്, കുറേ പച്ചമുളക്. കരിമ്പ് കാട്ടി കയറിയ ആനെ പോലെ ഞാൻ പച്ചമുളക് വറുക്കുകയാണ്. കൃഷി ചെയ്യാനൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല. പക്ഷേ ഇത് കൊണ്ടെന്ന് വെച്ചാൽ വലിയ വളങ്ങളോ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇത്ര അത്യാവശ്യം പച്ചക്കറി കുറച്ച് കിട്ടി. വെള്ളം ഒഴിച്ചു കൊടുക്കും. മഴ ആയതുകൊണ്ട് തന്നെ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കേണ്ടി വന്നില്ല. അതിൻ്റെ അടുത്ത് നമുക്ക് വഴുതനങ്ങ, നല്ല വഴുതനങ്ങ. ഇതിനകത്ത് ഇതേപോലത്തെ വണ്ടികൾ നല്ല പറഞ്ഞു. ഈ വണ്ടികളെ ഈ ചെടികൾ നശിപ്പിക്കുന്നു. എൻ്റെ ഇതെല്ലാം തിന്ന് നശിപ്പിക്കുകയാണ് വണ്ടികളൊക്കെ. ഇതാ വണ്ട്. ഈ വണ്ട് ഇതിനെ നമ്മൾ കൊന്നു കളയണം, ചവിട്ടി കൊന്നു കളയണം. അല്ലെങ്കിൽ ഇതെല്ലാം ഇതേപോലെ വണ്ടെല്ലാം തിന്ന് തീർക്കും, ചെടി നശിപ്പിച്ച് കളയും. പച്ചമുളക് നല്ല മുറ്റി. അപ്പോൾ നമുക്ക് ഇത്രയും പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ട്. പച്ചക്കറി വെച്ചാൽ വഴുതനങ്ങയും പച്ചമുളകും തക്കാളി ഒരെണ്ണം കൊണ്ടാണ് കിട്ടിയ ടേസ്റ്റുണ്ട്. അത് ഇത്രയും കിട്ടി ഗൈസ് പച്ചക്കറികൾ. കണ്ടോ, നമ്മുടെ സ്വന്തം പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഇത്രയും അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികൾ. തക്കാളിയൊക്കെ നോക്ക്. എനിക്ക് ആദ്യമായിട്ട് തക്കാളി ഇത്രയും കേടില്ലാതെ എനിക്ക് പച്ചക്കറിയിൽ തക്കാളി കിട്ടുന്നത്. പക്ഷെ വഴുതനങ്ങയും പച്ചമുളകൊക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. തക്കാളി മൊത്തം കേടായി പോയി. ഇപ്രാവശ്യം മാത്രമേ ഉള്ളൂ കേടാവാതെ നമുക്ക് നല്ലപോലെ കിട്ടിയത്. അടിപൊളി പച്ചക്കറി. ഹായ് ബൈ.